ഏതായാലും അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ നിയമസഭയ്ക്ക് ഇനി ഒറ്റ ആഴ്ചത്തെ കാലാവധിയേ ഉള്ളൂ. അടുത്ത തിങ്കളാഴ്ച ഈ സമയമാകുമ്പം കേരളം ആര് ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയാവും. വളരെ രസകരമായ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ പന്തലിടാൻ തീരുമാനിച്ചു സത്യപ്രതിജ്ഞയ്ക്ക്. പക്ഷെ അതിൽ ചെറിയ പിശക് പറ്റിയത് 5-ാം തീയതി പന്തലിടാൻ എന്നാണ് കണ്ടത്. അതൊരു അപ്രായോഗികമായ കാര്യമാണത്. പന്തലിടാൻ തീരുമാനിച്ചു, തീരുമാനിച്ചാണ് ഈ ഡേറ്റ് വന്നുകൊണ്ട് അതിന്റെ ഗ്രാവിറ്റി പോയി. ഡേറ്റ് അല്ല, തൊട്ടടുത്ത ദിവസം തന്നെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ല 6-ാം തീയതി 7-ാം തീയതി അല്ലെങ്കിൽ കലണ്ടർ നോക്കിയിട്ട് നല്ലൊരു ദിവസം നോക്കി. ഇവരൊക്കെ ഇപ്പം എല്ലാം ജ്യോതിഷം നോക്കുന്നതാണ്. അല്ല ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ഒഴിവാക്കിയുള്ള ദിവസമൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. അല്ല, അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ, CPM രക്ഷപ്പെട്ടു. ആ ഒരു സാങ്കേതികത്തെ തൂങ്ങി അവർ ആ വാർത്തയെ തിരസ്കരിക്കുകയാണ്. അവരോട് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു. അവർ വ്യാജവാർത്ത സ്ഥിരീകരിച്ചു. അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ശരിക്കും മംഗളത്തിലാണ് ഈ വാർത്ത വന്നത്. നമ്മുടെ S ജയചന്ദ്രനാണ് വാർത്ത ചെയ്തിരിക്കുന്നത്. ഒരുപാട് പിന്നെന്താ എക്സ്ക്ലൂസീവ് വാർത്തകൾ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സോഴ്സ് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ സോഴ്സുകൾ അപാരമാണ്, അമ്പരപ്പിക്കുന്നതാണ്. നമുക്ക് അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഈ ഡേറ്റ് വന്നപ്പോഴാണ് പ്രശ്നം. ആ ഡേറ്റിൽ കയറി ഒരു പിടിച്ചു. കാരണം ഒരു നിയമസഭ ഇലക്ഷൻ കഴിയുന്നു, വോട്ടെണ്ണിയ തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രിസഭ രൂപീകരിക്കാൻ അസാധ്യമാണ്. അത് സാധിക്കില്ല. കാരണം ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം, ഈ നിയമസഭ യോഗം ചേരണം, ഈ കാസർഗോഡ് വരെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ MLA വരെ തിരുവനന്തപുരത്ത് എത്തണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് PM മനോജ്. അതെ അതെ, PM മനോജ് ദേശാമാനിയുടെ പഴയ റെസിഡന്റായിട്ടുള്ള PM മനോജിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് PM മനോജ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണ്, വാസ്തവമാണ്. കാരണം ആ കണ്ട ഈ 5 എന്നുള്ള ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ആ ഒരൊറ്റ ന്യായീകരണത്തിലൂടെ അതായത് ഒരു ഇലക്ഷൻ 2 ദിവസം മുന്നോട്ട് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. അല്ല, ഉടൻ തന്നെ എന്ന് പറഞ്ഞ് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഇത് ഈ അടുത്ത ദിവസം എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവർക്കത് നിഷേധിക്കാൻ ഒരു അവസരമായി പോയി. ഏതായാലും ഇതിൽ വിചിത്രമായ ഒരു കാര്യം, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇനി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം ഈ സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അദ്ദേഹം അമിതമായിട്ട് ആശ്രയിക്കുന്നു. പക്ഷെ സംസ്ഥാന ഇന്റലിജൻസുകാർ ഒന്നുകിൽ അദ്ദേഹത്തെ കബളിപ്പിച്ചിരിക്കും, അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ കണക്കൂട്ടൽ 89 സീറ്റുമായിട്ട് UDF അധികാരം. പക്ഷേ ഈ 2 ഇന്റലിജൻസുകാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? നമ്മുടെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് പോയിരിക്കുന്ന UDF തൂത്തുവരും. അങ്ങനെ പല ജില്ലകളിലും അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ടോട്ടൽ വരുമ്പോൾ ഇത് വരും? നമുക്ക് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നമുക്കും അറിയാമല്ലോ, പലപ്പോഴും ഇതെപ്പോഴും ആധികാരികമായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഇന്റലിജൻസുകാർക്ക് മിക്കവാറും റിപ്പോർട്ട് കൊടുക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. അല്ല, അതാണ് എൻ്റെ ഏറ്റവും രസകരമായ കാര്യം. അവർ പലപ്പോഴും പത്രക്കാർ നമുക്ക് തന്നെ അറിയാമല്ലോ, പത്രക്കാരനെ വിളിച്ച് ചോദിക്കാറുള്ളത് പലപ്പോഴും. പത്രക്കാരൻ അവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് പറയും, ഇവർ റിപ്പോർട്ട് എഴുതി കൊടുക്കും. ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോടും ഉദ്യോഗസ്ഥർ ബന്ധപ്പെടാറ്. പക്ഷേ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സാധ്യതകളെ കുറച്ചുകൂടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെക്കാളും അവർക്ക് വിലയിരുത്താനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ട്. പക്ഷേ ഇവർ അമ്പലപ്പുഴയൊക്കെ ഇവരുടെ രഹസ്യമായി വിലയിരുത്തിയപ്പം സലാം വൻ ഭൂരിപക്ഷത്തിൽ തോക്കുമെന്നാണ്. അതവർ മറച്ചു വെച്ചിട്ട് പുറത്ത് അവർ ജയിക്കുമെന്നാണ് പറയുന്നത്. അവസാന നിമിഷം വരെ അങ്ങനെ പറയാമല്ലോ. കാരണം ഇവർക്ക് അതിൻ്റെ റിയാലിറ്റി അറിയാം. എനിക്ക് എൻ്റെ ബലമായ സംശയം റിയാലിറ്റി ഇവർ തോറ്റു പോകുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചേക്കുക ഈ പാവത്തിനെ അദ്ദേഹം ആശ്വസിച്ചോട്ടെന്ന് കരുതിയായിരിക്കും. അങ്ങനെ ആകാം, അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പലപ്പോഴും അങ്ങനെയാണ്, അതായിരിക്കാം. എന്തായാലും ഈ ദുർഭരണത്തിന്റെ അന്ത്യം 9 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമോ അതോ ഈ ദുർഭരണം തുടരുമോ എന്നുള്ളതാണ് ജനങ്ങൾ ആശങ്ക. നമ്മളെ വിളിക്കുന്ന സുഹൃത്തുക്കൾ, പത്രക്കാരല്ലാത്ത എല്ലാവരും തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്ത് സംഭവിക്കും, ഇവർ ഇന്നതിനെ തുടരുമോ എന്നുള്ള ചോദ്യം എല്ലാവരും ഉത്കണ്ഠയോടുകൂടിയാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കൊരു താല്പര്യം മാത്രമേ കാണുള്ളൂ. ഇത് ഉത്കണ്ഠയാണ് പലർക്കും. ഇത് പാർട്ടിയിൽപ്പെട്ടവരും അതുപോലെ തന്നെ വിവിധ സർവീസ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവർക്കൊക്കെ അവരെല്ലാം ആകാംക്ഷയോടെ നമ്മളോട് ചോദിക്കുന്നത് ഇവർ മാറത്തില്ല എന്നാണ്. ഇത് മാറത്തില്ല, ഈ ഭരണം മാറത്തില്ലെങ്കിൽ ഇത് വലിയ പണിയാണ്. കാരണം ഇത് ശരിക്കും എത്ര പേരെ ഭയന്നാണ് ഇവർ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. സത്യമാണ്. അവരെല്ലാം നിരീക്ഷണത്തിലാണ്. അവർക്ക് ഒരു കാര്യം നമ്മളോടൊക്കെ പറയാൻ പോലും അവർക്ക് ഭയമാണ്. നമ്മളെ നേരിട്ട് കണ്ടാലൊന്ന് ചിരിക്കാൻ പോലും അവർക്ക് ഭയമാണ്. ഇവര് പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? വല്ല സുഹൃത്തുക്കളുടെയോ ഭാര്യയുടെയോ ഒക്കെ ഫോണിൽ നിന്ന് വാട്സപ്പിലൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. വിളിച്ചിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ കോളൊക്കെ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയണം. എന്താണെന്നറിയാമോ?
ഞങ്ങൾക്ക് അത്ര ഭയം, ഞങ്ങളെല്ലാം നിരീക്ഷിക്കും. എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റവരെ നിരീക്ഷിക്കുകയാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരായി നിരീക്ഷിക്കുന്നത്? ഈ അന്തം കമ്മി ഈ സർവീസ് സംഘടനകൾപ്പെട്ട ആൾക്കാരുടെ നേതാക്കന്മാരുണ്ട്, അവരാണ് ഈ നിരീക്ഷണം നടത്തുന്നത്. അതെ അതെ. എന്തായാലും LDF ആണ് തിരികെ മൂന്നാം ഭരണമെങ്കിൽ പിണറായി തന്നെ മുഖ്യമന്ത്രി ഉറപ്പ്. അതേസമയം UDF സംബന്ധിച്ചിടത്തോളം ലീഗ് ഇടപെട്ടു എന്ന് തോന്നുന്നു, ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് അവർ സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയുള്ള ഈ ഗുസ്തി, ആ ഗുസ്തി എന്തായാലും തുടരും. അത് ഇപ്പം ഭരണം കിട്ടിയാൽ അത് കൃത്യമായിട്ട് തുടരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബംഗാളിൽ എന്താണ് CPM സംഭവിച്ചത് അത് തന്നെ ഇവിടെ സംഭവിക്കും. ഇപ്പം ബംഗാളിൽ ഒരു അവസ്ഥ ശ്രദ്ധിച്ചായിരുന്നു. ബംഗാളിൽ നമ്മൾ സത്യത്തിൽ നമ്മളെല്ലാവരും ഈ കേരളത്തിലെ ഇലക്ഷൻ മാത്രമാണ് കവർ ചെയ്ത് അതിന് ഇത് കൊടുക്കുന്നത്. കേരളത്തിലെ ഒറ്റ നേതാവ് ബംഗാളിൽ പ്രസംഗിക്കാൻ പോയിട്ടില്ല, ഇവരാരും വേറെ പോയി കാണുമായിരിക്കും, വേറെ ആരും പോയിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അല്ല, വർത്തമാന പത്രങ്ങളിൽ മാത്രമാണ് ബംഗാളിന് അല്ല കവറേജ് കിട്ടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ജംഗിൾ രാജ് ഉണ്ടല്ലോ, അതായത് ബീഹാറിൽ ലാലുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ജംഗിൾ രാജ്, ഈ ജംഗിൾ രാജാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നതാണ് BJP പറയുന്നത്. നമ്മൾ വസ്തുതകൾ പരിശോധിച്ചാൽ അത് കറക്റ്റാണ്. അതായത് 35 വർഷം CPM ഭരിച്ച സ്ഥലമാണ് ബംഗാൾ. ഈ 35 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ യുവന്മാർ വലിയ അക്രമകാരികളായിട്ട് മാറി. ഈ CPM അവർ പട്ടാപ്പകൽ ആൾക്കാരെ, അവിടെ പോലീസിന് പിന്നെ കാര്യമില്ലായിരുന്നു, പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കാനല്ല അവിടുത്തെ പാർട്ടി സെക്രട്ടറി. അവസാനം ഗതികെട്ട് എന്ത് തൃണമൂലിൽ ചേർന്ന് കുറെ ആൾക്കാർ ചേർന്ന് യുവന്മാരെ അടിച്ചൊതുക്കിയിട്ട് ഇപ്പം എന്താ സംഭവം? തൃണമൂലി പണി ഇറക്കി പകരം കൊണ്ടുവന്നിരുത്തി അതിൻ്റെ അപ്പുറത്തായി. അതാണ്. അപ്പം ആ ഒരു ഗ്യാപ്പ് BJPക്ക് മനസ്സിലായി. അതുകൊണ്ട് കേന്ദ്രസേന ഇറക്കി അടിച്ചൊതുക്കാൻ 2 ലക്ഷത്തിലധികം കേന്ദ്രസേന കൊണ്ടുവന്നത് ഇറക്കിയിട്ട് ഇത്തവണ അവിടെ BJP ഭരണം പിടിക്കാനുള്ള സാധ്യത. അത് SIR ഉണ്ട്. കാരണം അവിടെ ഈ ബംഗ്ലാദേശ് പോലുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളെ എത്തിച്ച് ഈ പൗരത്വം കൊടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നാണ്. ഒരു സ്ത്രീയാണ് ബംഗാൾ ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ബംഗാളിലാണ്. അത് ഡോക്ടർമാരെ പോലെ വനിതാ ഡോക്ടറെ പോലെ സംഭവം നമ്മൾ കണ്ടതാണല്ലോ, കൊന്നില്ലേ. അപ്പം ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് ഒരു തവണ കൂടെ ഭരണം വന്നാൽ ഇവിടെ അതേ അവസ്ഥയിലേക്ക് പോകും. കാരണം ഇത്രയും നാളും യുവന്മാർ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് കഴിഞ്ഞ ഭരണം. എങ്കിലും നമുക്കറിയാം പരസ്യമായിട്ട് ആൾക്കാർ ആക്രമിക്കപ്പെടാൻ തുടങ്ങി, എതിർക്കുന്നവർ നേരെ ഒരു പിന്നെ പ്രയോഗങ്ങൾ നടത്താൻ തുടങ്ങി, കള്ളക്കേസിൽ കൊടുക്കാൻ തുടങ്ങി, കഞ്ചാവും മയക്കുമരുന്നും എല്ലാം വ്യാപകമായി. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലഹരി മരുന്നിന് അടിമയായ ഒരു പയ്യൻ അമ്മയെ വെട്ടിക്കൊന്നു. ഇന്നലെ ഒരു ഭർത്താവ് ഭാര്യ വെട്ടിക്കൊന്നു. അങ്ങനെ പലവിധ വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ക്രമസമാധാനം കംപ്ലീറ്റ് പോയി. ഏതാണ്ട് ബംഗാളായിട്ട് തന്നെ മാറും ഒരു ടൈം കൂടി പറഞ്ഞു. ഈ ഏതായാലും അടുത്ത തവണ ആര് ഭരിക്കാൻ വന്നാലും സാമ്പത്തികമായ കാര്യങ്ങളിൽ അവർ ശരിക്കും വെട്ടിലാകും എന്നുള്ള ഉറപ്പാണ്. ഇനി ഇവർ തന്നെ വന്നാലും അടുത്ത UDF ആണ് വന്നതെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്കറിയാം. ഇവർ കംപ്ലീറ്റ് പൈസ എടുത്ത് വിത്തെടുത്ത് കുത്തുകയെന്ന് പറഞ്ഞ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നശിപ്പിച്ചു. അല്ല, അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ ഖജനാവിലെ വരുമാനത്തിൻ്റെ ഏതാണ്ട് ഒരു 30-40% ഇവരുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചു. അത്രയും പരസ്യം കൊടുത്തതിന് എത്ര കോടി രൂപ ചെലവഴിച്ചു. അത് എന്നാൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു നേട്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇപ്പം നമുക്കറിയാം വയനാട്ടിലെ വീട് തന്നെ ഉദാഹരണം. അതെ, നമ്മൾ കണ്ടതാണല്ലോ അത്. പിന്നെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മുടെ ഈ അവസാന കാലത്ത് ഇവർ ഓടിച്ചിട്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം എന്താ ഖജനാവ് പഠിപ്പിക്കുന്ന പരിപാടികളായിരുന്നു. അതെ, അത് തീർത്തിട്ടില്ല. മാത്രമല്ല ഈ ഒരു കോടിക്ക് സഹായം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് 4 കോടിയുടെ പരസ്യം കൊടുക്കും. അപ്പം പിണറായി വിജയൻ വീണ്ടും ആ കസേരയിൽ തന്നെ മുറുകെ പിടിക്കാനുള്ള ശ്രമമാണ്. എനിക്ക് ഇനി അദ്ദേഹം കസേര ഒഴിഞ്ഞു കൊടുക്കൂ. ഭരണം തോറ്റു എന്നിവരെ, അതാണ് എപ്പോഴും പറയുന്നത്, തോറ്റു എന്നിവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും. ക്യാപ്സൂൾ റെഡിയായി കാണും. തോറ്റാൽ പറയണ ക്യാപ്സൂൾ ഇപ്പോഴും റെഡി ആയിരിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഇലക്ഷന് മുന്നോടിയായിട്ടൊരു പ്രിപ്പറേഷൻ ചെയ്യും. നമ്മളൊരു മണ്ഡലം എടുക്കും. ഇപ്പോൾ ഉദാഹരണം വട്ടിയൂർക്കാവ്. നമ്മളപ്പോൾ എത്ര കാർഡ് തയ്യാറാക്കും? നമ്മൾ തയ്യാറാക്കും. ആദ്യം കെ മുരളീധരൻ വിജയിച്ചു, അല്ലേ? ആർ ശ്രീരേഖ വിജയിച്ചു, മറ്റേ പ്രശാന്ത് VK പ്രശാന്ത് വിജയിച്ചു. എന്നിട്ട് നമ്മൾ അടുത്ത കാർഡ് കെ മുരളീധരൻ തോറ്റു, VK പ്രശാന്ത് തോറ്റു, ശ്രീരേഖ തോറ്റു. പിന്നെ നമ്മൾ വട്ടിയൂർക്കാവിൽ UDF മുന്നിൽ, LDF മുന്നിൽ, BJP മുന്നിൽ. നേരെ തിരിച്ച് വട്ടിയൂർക്കാവിൽ BJP 3-ാം സ്ഥാനത്ത്, LDF 3-ാം സ്ഥാനത്ത്. ഇങ്ങനെ കുറേ കാർഡുകൾ നമ്മൾ, എന്നിട്ട് ഈ കാർഡിനകത്തുനിന്ന് ആ സന്ദർഭത്തിന് വെച്ച കാർഡുകളാണ്. അത് എല്ലാ ചാനലുകളും അതാണ് ചെയ്യുന്നത്. നമ്മളിത് മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കും. എന്ന് പറഞ്ഞ പോലെ ഇവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ക്യാപ്സ്യൂൾ. ജയിച്ചാൽ വിതരണം ചെയ്യേണ്ട ക്യാപ്സ്യൂളും പാട്ടും ഒരു വഴിക്ക്, തോറ്റാൽ വിതരണം ചെയ്യേണ്ട ക്യാപ്സ്യൂൾ വാരി വിതരണം, ലോഡ് കണക്കിന് ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ബുദ്ധിജീവികൾ അണിയറയിൽ കനത്ത പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ ബുദ്ധിജീവികൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സാഹിത്യ അക്കാദമിയും ലളിതകലാ അക്കാദമിയിലൊക്കെ കയറിയിരിക്കണല്ലോ കസേരയിൽ. അതുകൊണ്ട് ബുദ്ധിജീവികൾ നല്ല കഠിന പ്രയത്നമാണ്.
കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കുരീപ്പുഴയുടെ ഒരു വിഷയം ഉണ്ടായി. ആ അതെ അതെ. കുരീപ്പുഴ ഒരു നെല്ലിക്കൽ മുരളീധരൻ എന്ന് പറയുന്ന കവിയുടെ അനുസ്മരണത്തിന് വന്നതാണ്. അദ്ദേഹം അവിടെ ഈ ഫാസിസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. 2 BJP നേതാക്കൾ സദസ്സിൽ പറഞ്ഞു ഇതിവിടെ പ്രസംഗിച്ചത് വിഷയമായി. അപ്പോൾ ഇതിനകത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ അതിനെതിരെ പ്രതികരിച്ചത് ആ സദസ്സ് നിറയെ CPM പുരോഗമന കലാസാഹിത്യ സംഘം ഉണ്ടായിരുന്നു. അവരുണ്ട്, ഇവരാരും വേണ്ടിയില്ല. അവിടെ പ്രതികരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ വിനോദ് ഇളകൊള്ളൂർ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട്, പത്രപ്രവർത്തനം കൂടി, കേരള മുതലേ. അദ്ദേഹമാണ് എഴുന്നേറ്റ് പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ ഈ PK പിന്നെ ബുക്ക് മാർക്കിൻ്റെ പഴയ സെക്രട്ടറി ആയിട്ടുള്ള ഗോകുലേന്ദ്രൻ, ഇവർ രണ്ടുപേരും കൂടാണ് പ്രതിരോധിക്കുന്നത്. ബാക്കി ഇരുന്ന ഒറ്റ ഒരെണ്ണം ഒന്നും പറ്റിയില്ല. പക്ഷേ ഇവർ ഫേസ്ബുക്കിൽ ഇറങ്ങി തള്ളാം. തലയും കൊമ്പിട്ടിരുന്ന മൊത്തം എണ്ണന്മാരും ഫേസ്ബുക്കിൽ ഇറങ്ങി ഈ കുരീപ്പുഴയ്ക്ക് പിന്തുണ വയ്ക്കുക. അല്ല മാത്രമല്ല, ഇനി നാളെ UDF ഭരിക്കാൻ വരികയാണെങ്കിൽ ഇവരിനെ അങ്ങോട്ട് കാര്യം അവിടെ ഈ സംസ്കാര നായന്മാരെണ്ണം കുറവായതുകൊണ്ട് ഇവർ അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യും. അല്ല, ഈ അണ്ണന്മാരെന്താ കുരീപ്പുഴ അനുകൂലിക്കാൻ അന്നേരം എന്നറിയാം. മറ്റേ വിഷയത്തിൽ കുരീപ്പുഴ പ്രതികരിച്ചു. ഏതാണെന്നറിയാം? ആശാ വിഷയത്തിൽ ആശാമാരെ സമരം തീർക്കണമെന്ന് കുരീപ്പുഴ പറഞ്ഞു. പിണറായി തമ്പുരാനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് പിണറായി തമ്പുരാൻ്റെ അടിമകളായിട്ടുള്ള പ്രജകൾ അവിടെ ഇരുന്നവർ പ്രതികരിച്ചില്ല. പിണറായി തമ്പുരാൻ്റെ അടിമയല്ലാത്ത ഒരു സാധാരണ പത്രപ്രവർത്തകർ മാത്രമാണ് എണീറ്റ് പ്രതികരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ അടിമ യുഗം, ഈ അടിമ വാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ കൃത്യം അടുത്ത തിങ്കളാഴ്ച ഏതാണ്ട് ഈ സമയത്ത് അറിയാം.